എനിക്ക് ചോദിക്കാനുള്ളത് എളമരം കരീം സഖാവെ, താങ്കളുടെ പ്രധാനമന്ത്രി ട്രംപ് ആണോ അതോ മോദിയാണോ? മോദി താങ്കൾ ഉദ്ദേശിക്കുന്ന സമയത്താണോ വിശദീകരണോ മറുപടി നൽകേണ്ടത്, അല്ലെങ്കിൽ ഉചിതമായ സമയമെന്ന് കേന്ദ്ര സർക്കാരിന് തോന്നുന്ന ഒരു സമയത്താണോ? ജന്മത്ത് ഭരിച്ചിട്ടുണ്ടോ കേന്ദ്രം? ഇന്ത്യ ഭരിക്കാൻ എന്നേലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഈ പറയുന്ന പോലെ ഒന്നും രണ്ടും കനലും വെച്ചും കൊണ്ടല്ലേ ഈ കണ്ട കാലം അത്രയും കടന്ന് ഇവിടം വരെ എത്തിയത്? ഇപ്പൊ കേരളത്തിലല്ലേ സ്തംഭിപ്പിക്കാൻ അവസരമുള്ളൂ. എന്തുകൊണ്ടാ? അമേരിക്കയിൽ നിന്നും കാർഷിക വിഭവങ്ങൾ ഇന്ത്യയിലേക്ക് തീരുവ കുറച്ചിട്ടല്ല വരുന്നത്. പഴയ ഡ്യൂട്ടി എന്താണോ ആ പേയ്മെന്റ് അടച്ചിട്ടാണ് വരുന്നത്. ഇതിൽ പയറ് വർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുവാദമില്ല. 18% തീരുവയിൽ ഇവിടെ നിന്നും അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കി വിൽക്കുക എന്ന് പറയുന്നത് പണിയെടുക്കുന്നവന്, ബിസിനസ് ചെയ്യുന്നവനാണ് വലിയ കാര്യം. എളമരം കരീമിനെ പോലെ ഉള്ള പണി മുടക്കാൻ നടക്കുന്നവർക്ക് അത് വലിയ കാര്യമല്ല. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴത്തെയും പോലെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വളരെ സന്തോഷത്തിലാണ് ഞാനിത് പറയുന്നതെങ്കിലും അത്ര സന്തോഷത്തിലൊന്നും അല്ല. ഇപ്പൊ നമുക്ക് റിപ്പോർട്ട് അടി പഴയതിനെക്കാട്ടിയും കൂടുതലാണ്. ഞാൻ കുറച്ചും കൂടി പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത്. തിരിച്ച് ഫാക്റ്റ് ആയിട്ടൊന്നും പറയാനില്ലാത്തത് കൊണ്ട് നമ്മൾ റിപ്പോർട്ട് അടിക്കുക, നമ്മളെ തെറി വിളിക്കുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്യേണ്ടവര് കൃത്യമായിട്ട് അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഡെയിലി വീഡിയോസ് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും തന്നെ വരുമാനമില്ലാത്തൊരവസ്ഥയാണ്. പൊളി ന്യൂസിൽ മാത്രമാണ് കുറച്ചെങ്കിലും വീഡിയോസിന് റീച്ച് ഉള്ളത്. ഇവിടെ ഭയങ്കര റിപ്പോർട്ട് അടി ആയതുകൊണ്ട് ഭയങ്കര റീച്ച് കുറവാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും എന്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തും സഹായിക്കണം. അതുപോലെ പേയ്മെന്റ് അയക്കാൻ പറ്റുന്നവര് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കണം എന്ന് തന്നെ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ ഡീറ്റെയിൽ പറയുന്ന എല്ലാ വീഡിയോന്റെ ലിങ്ക് ഒക്കെ അതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഇനി ഇപ്പൊ ഇലക്ഷൻ ഒക്കെ വരുന്നത് കൊണ്ട് ഒരു ഓർമ്മിപ്പിക്കൽ പ്രത്യേകമായിട്ട് തരുവാണ്. എന്റെ പേരിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് PR ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഓഫർ വരുവാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഞാനല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയും PR ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പേഴ്സണലി അറിഞ്ഞുകൊണ്ടല്ല എന്റെ പേര് ഒരു ലിസ്റ്റിലും വരുന്നത്. എന്റെ പേര് എഴുതിയിട്ട് ഒരുപാട് ലിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് എന്നുള്ള വിഷയങ്ങൾ പേഴ്സണലി ഞാൻ അറിഞ്ഞു. അതൊന്നും എന്റെ അറിവോടെ അല്ല. എന്റെ നമ്പർ ഈ കാണുന്നതാണ്. നിങ്ങൾക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിലും ഇതിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് ചോദിക്കാം. കോൾസ് ഞാൻ എടുക്കുന്നില്ല. തെറി പറയാൻ വേണ്ടി മാത്രം പണിയില്ലാത്ത കുറെ പേര് വിളിക്കുന്നത് കൊണ്ട് എനിക്കത് കേട്ടിരിക്കാൻ നേരമില്ലാത്തത് കൊണ്ടും ഞാൻ കോൾ എടുക്കാറില്ല, നോർമൽ കോൾ എടുക്കാറില്ല. നിങ്ങൾ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ രാഷ്ട്രീയക്കാരോടാണ് പറയുന്നത്, മെറീന ഡേസി PR ചെയ്യും അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ PR ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതൊന്നും ഉള്ളതല്ല. മെറീന ഡേസി PR ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, എന്നെ ഡയറക്റ്റ് സംസാരിച്ചാലും PR ചെയ്യാൻ പോകുന്നില്ല. ഇനി ഇങ്ങനെ ഒരു ലിസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ മതി, ഞാൻ അറിഞ്ഞിട്ടാണോ? ഞാൻ അറിഞ്ഞിട്ടല്ല. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? നമുക്ക് ഇന്നലെ പണിമുടക്കിനെ സംബന്ധിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ഇത്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പണി മുടക്കുന്നതിന്റെ ഒരു കാരണമായിട്ട് നമ്മുടെ എളമരം കരീം സഖാവ് ഇന്ത്യ അമേരിക്കൻ കരാറിനെ പറ്റി പറയുന്നുണ്ട്. ഇന്ത്യ US കരാറാണ് ഇന്നലെ ഉണ്ടായ പണിമുടക്കിന്റെ മെയിൻ കാരണം. എന്താണ് ആ കരാറിന് കുഴപ്പം? അത് അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കും. ഇന്തോ അമേരിക്കൻ വ്യാപാര കരാർ എന്താണ് കരാർ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഒപ്പിട്ടു എന്ന് ട്രംപാണ് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് മിണ്ടുന്നില്ല. കണ്ടോ, പണിമുടക്കിനുള്ള ഒന്നാമത്തെ കാരണം അതാണ്. ഇന്ത്യ അമേരിക്കൻ കരാർ എന്താണെന്ന് ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടില്ല. കരാർ ഒപ്പിട്ടു എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു വാർത്ത വന്നു. ആ കരാറിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെ പറ്റി ഇന്ത്യ മിണ്ടിയില്ല. മെയിനായിട്ട് പറഞ്ഞാൽ മോദി മറുപടി പറഞ്ഞില്ല. സഖാക്കന്മാരുടെ ഏറ്റവും വലിയ വിഷയം അതാണ്. എന്തുകൊണ്ട് മോദി മറുപടി പറയുന്നില്ല? ആ കരാറിൽ ഇന്നൊക്കെ ഉണ്ടെന്ന് ട്രംപാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ട്രംപ് അങ്ങനെ പലതും പറയും, പല കാലത്തും പറയും. എനിക്ക് ചോദിക്കാനുള്ളത് എളമരം കരീം സഖാവെ, താങ്കളുടെ പ്രധാനമന്ത്രി ട്രംപ് ആണോ അതോ മോദിയാണോ? മോദി താങ്കൾ ഉദ്ദേശിക്കുന്ന സമയത്താണോ വിശദീകരണോ മറുപടി നൽകേണ്ടത്, അല്ലെങ്കിൽ ഉചിതമായ സമയമെന്ന് കേന്ദ്ര സർക്കാരിന് തോന്നുന്ന ഒരു സമയത്താണോ? അല്ല, എനിക്ക് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക. ഒരു കരാർ ഒപ്പിട്ടാൽ അതിന്റെ പിറ്റേ ദിവസം വന്ന് നിങ്ങളെ ബോധിപ്പിക്കണോ സാറേ എന്താണ് ആ കരാറിൽ പറഞ്ഞിരിക്കുന്നതെന്ന്? വളരെ നിർബന്ധമാണോ? അതിന് നിങ്ങളൊക്കെ ആരാ? ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ട്രംപ് പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന ടീമുകളെ നിങ്ങളൊക്കെ ആരാ? നിങ്ങളൊക്കെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ? ജന്മത്ത് ഭരിച്ചിട്ടുണ്ടോ കേന്ദ്രം? ഇന്ത്യ ഭരിക്കാൻ എന്നേലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഈ പറയുന്ന പോലെ ഒന്നും രണ്ടും കനലും വെച്ചും കൊണ്ടല്ലേ ഈ കണ്ട കാലം അത്രയും കടന്ന് ഇവിടം വരെ എത്തിയത്? ഇപ്പൊ കേരളത്തിലല്ലേ സ്തംഭിപ്പിക്കാൻ അവസരമുള്ളൂ. എന്തുകൊണ്ടാ? നിങ്ങളൊക്കെ വലിയ മനുഷ്യരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഈ സാധനങ്ങളിലൊക്കെ എത്താമായിരുന്നല്ലോ. എന്തുകൊണ്ട് എത്തിയില്ല? അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. ട്രംപിനെയാണോ വിശ്വാസം അതോ മോദിയാണോ വിശ്വാസം? മോദി പറയേണ്ടതെല്ലാം പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അമിത്ഷാ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ പോലെ നിങ്ങളുടെ സമയത്തല്ല ഞാൻ സംസാരിക്കേണ്ടത്, എന്റെ സമയത്താണ്. അങ്ങനെ മോദി സംസാരിച്ചോ? മോദി സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും എന്താണ് US കരാർ, എന്താണ് ഇവർ ഈ പറഞ്ഞു നടക്കുന്നത് പോലെ ഇവർ കുറെ നുണയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ട്രംപ് പറയുന്നതല്ലേ വലിയ കാര്യം. ട്രംപിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസ് കാണുന്ന എല്ലാ മനുഷ്യരും പറയും വാ പോയ കോടാലി. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഷയം അവസാനിപ്പിച്ച് ഞാനാന്ന് പറഞ്ഞു നടന്ന ആളായാൾ. ആരെങ്കിലും മൈൻഡ് ചെയ്തോ? നമ്മുടെ പ്രധാനമന്ത്രി പോലും ആ വഴിക്ക് നോക്കിയില്ല, മൈൻഡേ ചെയ്തില്ല, മറുപടിയും പറഞ്ഞില്ല. അവസാനം ഇതിനെ പറ്റിയിട്ട് കൃത്യമായ ഒരു വിശദീകരണം നൽകുന്ന സമയത്ത്, അവരായിട്ട് തീരുമാനിച്ച വിശദീകരണം നൽകിയ സമയത്ത് പറഞ്ഞു പുറത്തു നിന്നും ഒരു ശക്തി ഇടപെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ.
അല്ലാതെ എന്താണ് പറയേണ്ടത്? ഇങ്ങനെ ഒരു വിടുവായന്റെ വാക്ക് വിശ്വസിച്ചാണ് ഇവർ സംഘടനാപരമായിട്ടുള്ള ശക്തി കാണിക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യയോടൊപ്പം അല്ല, ട്രംപിനെയാണ് വിശ്വാസം. ഇതില് പ്രത്യേകമായിട്ട് കർഷകരുടെ ഒരു കാര്യം ഇദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേൾക്കാം. കാർഷിക ഉൽപ്പന്നങ്ങളും ഡയറി ഉൽപ്പന്നങ്ങളും യഥേഷ്ട ഇറക്കുമതി ചെയ്യാം. അതിന്റെ പുറമെ ആണവ ഊർജം, മറ്റ് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്കക്ക് വലിയ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കൃഷിക്ക് വലിയ സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് കുറഞ്ഞ വിലക്ക് അവർക്കുള്ള ഉൽപ്പന്നങ്ങൾ ലോകത്തൊക്കെ വിൽക്കാം. അത് ഇന്ത്യയിലേക്ക് ഡ്യൂട്ടി ഇല്ലാതെയാണ് വരാൻ പോകുന്നത്. ഇന്ത്യൻ കർഷകൻ എന്ത് ഈ കുത്തുവാളെടുക്കും, വലിയ തകർച്ച നേരിടും. ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യൻ കർഷകൻ കുത്തുവാള എടുക്കുന്ന രീതിയിലാണ് US കരാർ വന്നിരിക്കുന്നതെന്നാണ് എളമരം കരീം എന്ന തൊഴിലാളി നേതാവ് പറയുന്നത്. മനസ്സിലായില്ലേ? തൊഴിലാളികളെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇത്ര കാലങ്ങളിൽ ഇവർ പറയുന്നത് മാത്രമാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ വാക്ക് വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ തെരുവിലിറങ്ങിയത്. ഇവരുടെ വാക്ക് വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ പണിമുടക്കിയത്. ഇവരുടെ വാക്ക് വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ വ്യവസായ സംരംഭങ്ങൾ ഇല്ലാതാക്കിയത്. ഇവരുടെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഇവിടെ വലിയ വലിയ ബിസിനസ് തുടങ്ങാൻ വന്ന മുതലാളിമാരെ വരെ ഈ നാട്ടിൽ നിന്നും ഓടിച്ചത്, ചിലരെ ആത്മഹത്യ ചെയ്യിപ്പിച്ചതും. എന്താണ് യാഥാർത്ഥ്യം? ഈ കരാറിൽ കർഷകരുടെ കഴുത്തിന് കത്തി വെക്കുന്ന അങ്ങനെ ഇദ്ദേഹം പറയുന്നത് പോലെ ഒരു തകർച്ചയ്ക്കുള്ളൊരു സ്കോപ്പ് ഉണ്ടോ? ഞാൻ എയോട് തന്നെ ചോദിക്കാം. വൈറ്റ് ഹൌസിന്റെ പരിഷ്കരിച്ച രേഖകളിൽ നിന്ന് പയർവർഗ്ഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പയർവർഗ്ഗങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ ഇന്ത്യ സമ്മതിച്ചിട്ടില്ലെന്നും കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താ പറഞ്ഞേ? അമേരിക്കയിൽ നിന്നും കാർഷിക വിഭവങ്ങൾ ഇന്ത്യയിലേക്ക് തീരുവ കുറച്ചിട്ടല്ല വരുന്നത്. പഴയ ഡ്യൂട്ടി എന്താണോ ആ പേയ്മെന്റ് അടച്ചിട്ടാണ് വരുന്നത്. ഇതിൽ പയറുവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അനുവാദമില്ല. എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് അത് കൃഷി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇവിടുത്തെ കർഷകരുടെ ചോറാണത്. അതുകൊണ്ട് തന്നെ ആ പറയുന്ന സംഗതിയിൽ വിട്ടുവീഴ്ചയില്ല. ഇത് വിട്ടുവീഴ്ച ചെയ്യാനായിരുന്നു മോദിയുടെ തീരുമാനമെങ്കിൽ ഒരുപാട് മുമ്പേ, അതായത് 200% തീരുവ അമേരിക്ക ചെയ്ത സമയത്ത് തന്നെ ഇതിന് വിട്ടുവീഴ്ച ചെയ്യണമായിരുന്നു. കാരണം ഇവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അടക്കം ഇറക്കാനായിട്ട് അനുവാദം തരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന 200% തീരുവയൊക്കെ കൂട്ടിവെച്ച് അന്ന് ഇന്ത്യയോടൊരു യുദ്ധം ട്രംപ് പറയാതെ പറഞ്ഞത്. അന്നും മോദി മിണ്ടാതിരുന്നിട്ടേ ഉള്ളൂ. മോദി മറുപടി ഒന്നും പറഞ്ഞില്ല. മോദി ഒന്നും മൈൻഡ് ചെയ്യാതെ റഷ്യയിൽ പോയി എണ്ണ വാങ്ങി, ബാക്കിയുള്ള രാജ്യങ്ങളിൽ പോയി ഓരോരോ കരാർ ഒപ്പിട്ട് അമേരിക്ക ഇല്ലെങ്കിലും ഇന്ത്യക്ക് ജീവിക്കാം എന്ന് തെളിയിച്ചതോടുകൂടിയാണ് ട്രംപ് സത്യത്തിൽ 2 കാലിൽ ഇഴഞ്ഞു വന്ന് 18% ഒരു കരാർ ഒപ്പിട്ട് ഇപ്പൊ ഈ സംഗതി റെഡിയാക്കിയിരിക്കുന്നത്. എളമരം കരീമിന് ഇത് അറിയണ്ടല്ലോ. നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചാ പോരെ, വേറൊരു പണിയില്ലല്ലോ. ഇത് മാത്രമാണോ? എന്തെല്ലാമാണ് ഈ കരാറിന്റെ പേരിൽ വരുന്ന നുണകൾ? അതും കൂടി വായിക്കാം. ഇന്ത്യ അത്തരം ഒരു നിയമപരമായ ബാധ്യതയും കമ്മിറ്റ്മെന്റും ഏറ്റെടുത്തിട്ടില്ല. വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ ഔദ്യോഗിക രേഖയിലെ പ്രതിജ്ഞാബദ്ധമാണ് എന്ന വാക്ക് മാറ്റി പകരം ഇന്ത്യയുടെ താൽപര്യം എന്ന് പിന്നീട് തിരുത്തിയിരുന്നു. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ലക്ഷ്യം മാത്രമാണ്. ഇന്ത്യ ഡിജിറ്റൽ സർവീസ് ടാക്സ് നീക്കം ചെയ്യുമെന്ന ആദ്യ പ്രസ്താവന അമേരിക്കൻ അധികൃതർ പിന്നീട് അവരുടെ വസ്തുതാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തു. ഡിജിറ്റൽ വ്യാപാര നിയമങ്ങളിൽ ചർച്ചകൾ തുടരാമെന്ന് മാത്രമാണ് ഇന്ത്യ സമ്മതിച്ചിട്ടുള്ളത്. ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നെങ്കിലും ഇന്ത്യ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന സൂചന പ്രകാരം ഇന്ത്യയുടെ ദേശീയ താൽപര്യവും വിപണിയിലെ സാഹചര്യവും കണക്കിലെടുത്ത് മാത്രമേ എണ്ണ ഇറക്കുമതിയിൽ തീരുമാനമെടുക്കൂ. കേട്ടല്ലോ, ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു താൽക്കാലിക കരാർ മാത്രമാണ് ഇപ്പോൾ US സൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ട്രംപിനെയാണ് വിശ്വാസം. അമേരിക്കയുടെ താല്പര്യം മുൻനിർത്തി ഇറക്കിയ ഒരു കരാർ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇന്ത്യ തിരുത്തി കഴിഞ്ഞു. ഇന്ത്യക്ക് ഇതൊന്നും താല്പര്യമുള്ള കാര്യങ്ങളല്ല. ഇന്ത്യക്ക് യാതൊരു കമ്മിറ്റ്മെന്റും അമേരിക്കയോടില്ല. ഇന്ത്യക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് ഇവിടത്തെ കർഷകരോടാണ്. 18% തീരുവയിൽ ഇവിടെ നിന്നും അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കി വിൽക്കുക എന്ന് പറയുന്നത് പണിയെടുക്കുന്നവന്, ബിസിനസ് ചെയ്യുന്നവനാണ് വലിയ കാര്യം. എളമരം കരീമിനെ പോലെ ഉള്ള പണി മുടക്കാൻ നടക്കുന്നവർക്ക് അത് വലിയ കാര്യമല്ല. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഏത് സംഗതിയും ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന AI-ലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന സംഗതിയുള്ളൂ. അപ്പോൾ ഇത്തരക്കാരുടെ തെറ്റിദ്ധരിപ്പിക്കലിന് വീണു പോകാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അനാവശ്യമായിട്ട് ഇപ്പോഴും വിപ്ലവം പറഞ്ഞു നടക്കുന്ന 2026-ലും സ്വന്തം രാജ്യത്തെ ജനങ്ങൾ എലക്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഗവൺമെന്റിനെതിരെ വിപ്ലവം പറഞ്ഞു നടക്കുന്ന പണിയില്ലാത്തവന്മാരെ തിരിച്ചറിയുക. അവർക്ക് വോട്ട് കുത്തി വീണ്ടും പണിയെടുക്കാതെ തിന്നാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക. തുറന്നു കാണുക പബ്ലിക് ഒപ്പീനിയൻ.